പാലക്കാട് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിനെതിരെ ഗുരുതര പരാതിയുമായി സിപിഎം പ്രവർത്തകർ രംഗത്ത്. സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗത്തിന് മാനദണ്ഡങ്ങൾ മറികടന്ന് 75 ലക്ഷം രൂപ വായ്പ നൽകിയതായാണ് ആക്ഷേപം. ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ പ്രതിഫലമായി ലഭിച്ച 1 കോടി രൂപ ബാങ്ക് സെക്രട്ടറി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതായും സിപിഎം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. സിപിഎം നേതൃത്വം നൽകുന്ന ഭരണസമിതിയാണ് പാലക്കാട് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണം കൈയാളുന്നത്. ബാങ്കിലെ വായ്പാ വിതരണത്തിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് സിപിഎം പ്രവർത്തകൻ തന്നെ രംഗത്തെത്തിയത്. മണ്ണാർക്കാട് നഗരസഭാ കൗൺസിലറും സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗവുമായ കെ മൻസൂറിന് ഇയാളുടെ ഉടമസ്ഥതയിലുള്ള 6 സെന്റ് ഭൂമിയും 1000 സ്ക്വയർ ഫീറ്റിലുള്ള വീടും ഈടായി വാങ്ങി 25 ലക്ഷം രൂപ വായ്പ നൽകിയിരുന്നതായും തിരിച്ചടവ് മുടങ്ങി 8 ലക്ഷം രൂപ കുടിശ്ശികയായിരുന്നതായും പരാതിയിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ നിലവിലുള്ള ഈടിന്മേൽ തന്നെ മൻസൂറിന്റെ ഭാര്യ ആയിഷ നൈനയുടെ പേരിൽ എല്ലാ മാനദണ്ഡങ്ങളും മറികടന്ന് 50 ലക്ഷം രൂപ കൂടി വായ്പയായി നൽകിയതായാണ് ആക്ഷേപം. വായ്പ അനുവദിച്ചത് ഡയറക്ടർ ബോർഡ് കൂടാതെയാണെന്നും ബാങ്ക് സെക്രട്ടറി പുരുഷോത്തമൻ, പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് റഷീദ് ബാബു എന്നിവർ ചേർന്നാണ് വായ്പ തരപ്പെടുത്തിയതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. വായ്പ നൽകിയതുമായി ബന്ധപ്പെട്ട രേഖകളിൽ ക്രമക്കേടുകൾ ഉള്ളതായും ആക്ഷേപമുണ്ട്. സംസ്ഥാന സർക്കാരിനായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തതിന്റെ പ്രതിഫലമായി ലഭിച്ച 1 കോടി രൂപ സെക്രട്ടറിയുടെ സ്വകാര്യ അക്കൗണ്ടിലേക്കും വിശ്വസ്തന്റെ അക്കൗണ്ടിലേക്കുമായി മാറ്റിയതായും സിപിഎം പ്രവർത്തകൻ MP ആഷിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ജനം, പാലക്കാട്.